ഇവരുടെ പ്രോബ്ലത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇതിനു മുമ്പിൽ എത്ര തവണ വരുന്നത്, എത്ര കാലം കൂടിയിട്ടാണ് പിന്നെ ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് ഇത് വരുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ പൂർണ്ണമായി അവരോട് ചോദിച്ചറിഞ്ഞ് അവരുടെ ഹിസ്റ്ററി എടുത്ത ശേഷം മാത്രമേ ഫുഡ് റിഫ്ലക്സോളജി ചെയ്യാൻ പാടുള്ളൂ. ഇത് എങ്ങനെയുള്ള വന്ന ഉടനെ തന്നെ സെക്ഷൻ നിർത്തണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എങ്ങനെയാണ്, എത്ര കാലയളവിലാണ്, ഏതൊക്കെ കാര്യത്തിലാണ്, ചില ആൾക്കാർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ചില ആൾക്കാർക്ക് ഈ DJ പോലുള്ള ലൈറ്റ് സിസ്റ്റത്തിലും സൗണ്ടിലും കൂടി വരുമ്പോൾ അത് വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് കൂടുതൽ ഓവർ തിങ്കിങ് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സ്ലീപ്പ് പ്രശ്നമുള്ളവർക്ക് ഇത് വളരെയേറെ പ്രശ്നങ്ങളുണ്ട്. ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന മെഡിക്കേഷനും അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഫുഡ് റിഫ്ലക്സോളജി ഇതൊരു പൂർണ്ണമായും ഈ ഫുഡ് റിഫ്ലക്സോളജിയിലൂടെ മാറുന്ന ഒരു രോഗമല്ല ഇത്. അതുപോലെ തന്നെ സ്ട്രെസ് നിയന്ത്രണം, നല്ല ഉറക്കം, നെർവ് സിസ്റ്റം, കാമൻ എന്നിവയിലൂടെ നമുക്കിതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സ്യൂഷ്വേഴ്സിൻ്റെ കൺട്രോളിന് സഹായമായി ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ യാതൊരു സംശയവും വേണ്ട.